ഹായ്, കെ ബി സ്വാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രസാദ്. മനുഷ്യൻ എപ്പോഴും പ്രശ്നങ്ങളെ നേരിടാൻ കപ്പാസിറ്റി ഉള്ള ആളാണ് എന്നതാണ്. സാധാരണ മൃഗങ്ങളെ പോലെയല്ല. പുതുതായിട്ട് വരുന്ന ഒരു പ്രശ്നത്തിന് പുതുതായി ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ക്രിയേറ്റീവ് തിങ്കിങ്ങും ക്രിട്ടിക്കൽ തിങ്കിങ്ങും മനുഷ്യനുണ്ട്. അതുകൊണ്ടാണ് ഒരു ആദിമ കുരങ്ങ് വർഗമായി ആഫ്രിക്കയുടെ ഒരു കോർണറിൽ സ്റ്റാർട്ട് ചെയ്ത മനുഷ്യവർഗം ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇത്തരമൊരു പ്രോബ്ലം സോൾവിങ് സ്കിൽ എന്നത് കാലത്തിനനുസരിച്ച് തന്നെ നമ്മൾ പുതുക്കിയെടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു വ്യക്തിയെ അനലൈസ് ചെയ്യുമ്പോൾ അയാളൊരു പ്രശ്നത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നത് വളരെ പ്രധാനമാണ്. കാരണം പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള നമ്മുടെ കപ്പാസിറ്റിയാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ പ്രോഡക്റ്റിവിറ്റി എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ എന്ന വ്യക്തിക്ക് എന്തെങ്കിലും ഒരു വാല്യൂ നിങ്ങളുടെ കരിയറിലും നിങ്ങളുടെ ജീവിതത്തിലും വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ക്രിയേറ്റീവായിട്ട് പരിഹരിക്കാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കുണ്ടാകണം എന്നതാണ്. ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. നിങ്ങളുടെ കരിയറിൽ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ചില ആളുകൾ വർഷങ്ങളോളം പരിശ്രമിക്കുന്നുണ്ടാകും, പക്ഷേ അവർ നിൽക്കുന്ന ഒരു ഇഞ്ച് പോലും മുന്നോട്ട് നീങ്ങില്ല. പ്രധാനപ്പെട്ട കുഴപ്പം എവിടെയാവും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. അവർ പ്രശ്നപരിഹാരം ചെയ്യാൻ കെൽപ്പുള്ളവരായിരിക്കില്ല എന്നുള്ളതാണ്. അതായത് മുന്നിൽ വരുന്ന പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ അവരെ കൊണ്ട് സാധിക്കാറില്ല. മാത്രമല്ല അവരിങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുകയെന്നറിയോ, കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കും, അവർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരേ കാര്യം ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യാൻ ചിലപ്പോൾ അവർക്ക് സാധിക്കും, പക്ഷേ അവിടുത്തെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കില്ല. പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവർക്കാണ് എന്നും വാല്യൂ ഉള്ളത്. ഒരു കമ്പനിയിൽ ഒരുപാട് തൊഴിലാളികളുണ്ടാവും, പക്ഷേ CEO ലെവലിലുള്ള ആൾക്കാർക്ക് ശമ്പളം 10 മടങ്ങാണ്. അതിന് കാരണം CEO എപ്പോഴും പ്രശ്നങ്ങളെ നേരിടുന്ന ആളാണ്. അയാളുടെ തീരുമാനങ്ങളാണ് കമ്പനിയെ മുന്നോട്ട് നയിക്കുന്നത് എന്നാണ്. ഇതുപോലെ തന്നെയാണ് എല്ലാ മേഖലകളിലും. പ്രശ്നം പരിഹരിക്കാൻ കപ്പാസിറ്റി ഉള്ളവൻ എന്നും രാജാവാണ് എന്നതാണ്. അപ്പോൾ പ്രശ്നത്തെ പരിഹരിക്കാനുള്ള മനുഷ്യൻ്റെ കഴിവിനനുസരിച്ച് അവരുടെ പേഴ്സണാലിറ്റിയെ നമ്മൾ 4ആയിട്ട് തിരിക്കും. പേഴ്സണാലിറ്റി എന്ന ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ കൊണ്ടുവരുമ്പോൾ പല ക്രൈറ്റീരിയ ഫോളോ ചെയ്യാറുണ്ട്. അതായത് പല രീതിയിൽ പല മാനദണ്ഡങ്ങളെ ബേസ് ചെയ്തിട്ട് മനുഷ്യൻ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അതിലൊന്ന് ഈ പ്രോബ്ലം സോൾവിങ് സ്കില്ലാണ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള 4 പ്രധാനപ്പെട്ട പേഴ്സണാലിറ്റികൾ എന്താണ് നമുക്ക് നോക്കാം. ഇത് പറയാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഇതിനനുസരിച്ചായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ കരിയർ പ്ലാൻ ചെയ്യേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ ലൈഫ് പ്ലാൻ ചെയ്യേണ്ടത്. ഒന്നുകൂടി വ്യക്തമായിട്ട് പറയാം, നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ ഈ ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ട് സാധിക്കും. അതുകൊണ്ടുകൂടിയാണ് ഇതൊരു ക്രിസ്പ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തു തരുന്നത്. അപ്പോൾ ഈ പേഴ്സണാലിറ്റികളിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് ഡയറക്ടർ പേഴ്സണാലിറ്റിയാണ്. ഡയറക്ടർ പേഴ്സണാലിറ്റിയുടെ പ്രത്യേകത ആ പേര് പോലെ തന്നെ അവർ ദിശാബോധത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അതായത് എൻ്റെ റിസൾട്ട് എന്തായിരിക്കണം, ഒരു പ്രശ്നം വരുന്നു, ആ പ്രശ്നത്തിന് അപ്പുറത്തേക്ക് അവർക്ക് പോകേണ്ട ഒരു ലക്ഷ്യമുണ്ടാകും, ഉണ്ടാകേണ്ട ഒരു റിസൾട്ട് ഉണ്ടാകും. അതെന്താണ്, അതിലെത്താൻ എന്തു ചെയ്യണം എന്ന രീതിയിലാണ് ഇവർ കാര്യങ്ങളെ നോക്കിക്കാണുക. അതുകൊണ്ട് തന്നെ ഇവർ പലപ്പോഴും കാര്യങ്ങളെ ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് പ്ലാൻ ചെയ്യും. പ്ലാനുകൾ മാറ്റാൻ ഇവർക്ക് മടിയുണ്ടാവില്ല എന്നതാണ്. എപ്പോഴും ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുക. മാത്രമല്ല ഇവരുടെ മറ്റൊരു പ്രത്യേകത സ്ട്രെസ്സിനെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ ഇവർക്ക് സാധിക്കും. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഹാഫ് സ്ട്രെസ് സിറ്റുവേഷൻസിൽ വളരെ നന്നായിട്ട് വർക്ക് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരാണ് ഈ ഡയറക്ടർ പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ. ഇങ്ങനെയുള്ളവരുടെ കരിയറിൽ എപ്പോഴും ചലഞ്ചസ് ഉണ്ടാവുമെന്നാണ് അവർക്ക് താല്പര്യം. അങ്ങനെ ഒരു ത്രില്ല് എപ്പോഴും അവർ കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും. ഇനി അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് സോഷ്യലൈസർ പേഴ്സണാലിറ്റിയാണ്. സോഷ്യലൈസർ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒന്നും കൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ഒരു ടീം പ്ലെയറാണ്. അതായത് ഒരു പ്രശ്നമുണ്ടാകുന്ന സമയത്ത് അതിൻ്റെ സൊല്യൂഷന് വേണ്ടിയുള്ള ഒരു ടീമിനെ ഉണ്ടാക്കിയെടുക്കുക എന്നാണ് ഇവരുടെ രീതി. അതിന് വേണ്ടി എവിടെ നിന്നൊക്കെ സഹായം വേണോ ആ സഹായം മുഴുവൻ അവരങ്ങോട്ട് കേന്ദ്രീകരിച്ച് ആ ഒരു വലിയ ടീം ഉപയോഗിച്ച് ആ പ്രശ്നത്തെ നേരിടും. ഇങ്ങനെ നേരിടുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ, ഇവരെപ്പോഴും എന്തൂസിയാസ്റ്റിക് ആയിട്ട് കൂടെ ഇറങ്ങിത്തിരിക്കുമെന്നുള്ളതാണ്. അതായത് ഒരു ടീമിനകത്ത് നിന്നുകൊണ്ട് അതിനുള്ള മുൻകൈ എടുക്കാൻ ഇവർക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും നേതൃത്വ സ്ഥാനങ്ങളിലേക്ക് ഇങ്ങനെയുള്ളവർ പെട്ടെന്ന് എലക്ട് ചെയ്യപ്പെടാറുണ്ട്. കാരണം ഒരു നേതാവിൻ്റെ ഏറ്റവും വലിയ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഒരുപാട് പേരെ നയിക്കാനുള്ള കഴിവാണ്. അപ്പോൾ അതിവർക്ക് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ സോഷ്യലൈസർ പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ എപ്പോഴും ടീമിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും എന്നതാണ്. ഇനി മൂന്നാമത്തെ തരം പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് തിങ്കർ പേഴ്സണാലിറ്റിയാണ്.
തിങ്കർ പേഴ്സണാലിറ്റിയുടെ പ്രത്യേകത ആ പേര് പോലെ തന്നെ അവർ ചിന്തിച്ച് തീരുമാനമെടുക്കുന്നവരാണ്. ചിന്തിച്ച് തീരുമാനമെടുക്കുക എന്നതിനെ കൊണ്ട് ഉദ്ദേശിച്ചത് ഒരു പ്രശ്നത്തിൻ്റെ എല്ലാ ആസ്പെക്റ്റിനെയും അവർ വളരെ ക്ലിയറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഓരോ ആസ്പെക്റ്റിനെയും കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയിട്ടാണ് ഇവർ മുന്നോട്ട് പോവുക. ഇങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം കൂടെ ചിന്തിക്കണം, ഇവർ പലപ്പോഴും സ്ട്രാറ്റജികൾ വെച്ചിട്ടാണ് മുന്നോട്ട് പോവുക. അതായത് ഒരു കാര്യം ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ടാക്കും. ആ പ്ലാനിൽ ഇന്ന സിറ്റുവേഷൻ വന്നാൽ എന്ത് ചെയ്യും, ഇന്ന സിറ്റുവേഷൻ വന്നാൽ എന്ത് ചെയ്യും, ഇന്ന സിറ്റുവേഷൻ വന്നാൽ എന്ത് ചെയ്യും, അങ്ങനെ ഓരോ സിറ്റുവേഷനെയും മെറ്റിക്കുലസ്ലി പഠിച്ച് ഓരോന്നിനുമുള്ള പരിഹാരങ്ങൾ ഉണ്ടാക്കി വെച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും തിങ്കർ പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ മുന്നോട്ട് പോവുക. ഇവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വളരെ പതുക്കെ മാത്രമേ ഇവർക്ക് പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നതാണ്. പക്ഷേ ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ആ പ്രശ്നം ഇനിയൊരു തടസ്സമാകാത്ത രീതിയിൽ വളരെ ക്ലിയർ ആയിട്ട് തന്നെ സോൾവ് ചെയ്തെടുക്കാൻ ഇവർക്ക് സാധിക്കും. കാരണം ഓരോ സിറ്റുവേഷൻസിലും എന്തൊക്കെ വേണമെന്ന് പ്ലാൻ ചെയ്യുമ്പോഴെല്ലാം ആ പ്രശ്നത്തിൻ്റെ എല്ലാ ആസ്പെക്റ്റുകളും ഇവർ ചിന്തിച്ചുണ്ടാകും. ഏത് ഘട്ടം വന്നാലും അതിനെ നേരിടാനുള്ള ഒരു തന്ത്രം, ഒരു വഴി അത് അവരുടെ കയ്യിലുണ്ടാകും. അതുകൊണ്ട് തന്നെ എപ്പോഴും ഫുൾ സൊല്യൂഷൻസ് ആവശ്യമുള്ള പ്രശ്നങ്ങൾ, അതായത് ഇനി തലപൊക്കാത്ത രീതിയിൽ പെർഫെക്റ്റായ ഒരു സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇത്തരം പേഴ്സണാലിറ്റികളെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നാണ്. ഇങ്ങനെയുള്ളവർക്ക് സമയം കൂടുതൽ വേണമെന്നേ ഉള്ളൂ, പക്ഷേ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു റിസൾട്ടായിരിക്കും ഇവർ ഉണ്ടാക്കിയെടുക്കുക. അതാണ് ഈ പേഴ്സണാലിറ്റിയുടെ പ്രത്യേകത. മാത്രമല്ല ഇവരെപ്പോഴും ലോജിക്കലി ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും, പ്രാക്ടിക്കലി മൂവ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീം പ്ലെയർ എന്ന നിലയ്ക്ക് വലിയ 2 ക്വാളിറ്റികളാണ്. കാരണം ഒരു ടീമിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് പ്രാക്ടിക്കലായിട്ടുള്ള സൊല്യൂഷൻസ് എടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ടീം മെമ്പേഴ്സിന് നമ്മളെ ഫോളോ ചെയ്യാൻ സാധിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സൊല്യൂഷൻ കൊണ്ട് യാതൊരു പ്രയോജനമില്ല. അതുകൊണ്ട് തന്നെ വളരെ പ്രാക്ടിക്കലായ രീതിയിൽ ചിന്തിക്കുന്ന ഇക്കൂട്ടർ നല്ല ടീം പ്ലെയേഴ്സായി മാറാറുണ്ട് എന്നതാണ്. ഇനി അടുത്ത ടൈപ്പ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് സപ്പോർട്ടർ ടൈപ്പ് പേഴ്സണാലിറ്റിയാണ്. സപ്പോർട്ടർ പേഴ്സണാലിറ്റിയുടെ പ്രത്യേകത ഇവർ നടപടികളിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതായത് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടാണ് കാര്യങ്ങളെ നോക്കിക്കാണുക. പ്രശ്നം വന്നു, ആ പ്രശ്നത്തിനെതിരെ എന്ത് നടപടി എടുക്കണമെന്നുള്ളതാണ് ചോദ്യം. അല്ലാതെ അവിടെ കാര്യങ്ങളെ കൂടുതൽ പഠിക്കുക അതിനൊന്നും ഇവർ സമയം ചിലവാക്കാറില്ല. നേരെ ആക്ഷനിലേക്ക് പോകുന്നതാണ് ഇവരുടെ രീതി. ഇങ്ങനെയുള്ളവർ ക്വിക്ക് റെസ്പോണ്ടേഴ്സാണ് എന്നതാണ്. അതായത് നേരത്തെ പറഞ്ഞ പേഴ്സണാലിറ്റി ടൈപ്പിൽ നിന്ന് ഒരല്പം വ്യത്യാസമുണ്ട് ഇവിടെ. ഇവർക്ക് സ്പീഡിൽ ആക്ഷൻ എടുക്കാൻ സാധിക്കും. സ്പീഡ് വളരെ കൂടുതലാണ്. സ്പീഡ് കൂടുന്തോറും ഇവരുടെ കാര്യങ്ങളിൽ എറേഴ്സിന് ചാൻസ് ഉണ്ട്. പക്ഷേ എന്നാലും പെട്ടെന്ന് ആക്ഷൻ എടുക്കേണ്ട തരം സിറ്റുവേഷൻസിലേക്ക് ഇവരെ കൊണ്ടുപോകാൻ സാധിച്ചാൽ ഇവർ വളരെ എളുപ്പത്തിൽ അതിലുള്ള സൊല്യൂഷൻസ് ഉണ്ടാക്കുമെന്നതാണ്. മാത്രമല്ല ഇവരുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ ട്രെയിൻഡ് ആവുന്ന ആൾക്കാരാണ് എന്നതാണ്. അതായത് എളുപ്പത്തിൽ ട്രെയിൻ ചെയ്തെടുക്കാവുന്ന ഒരു കൂട്ടരാണ് എപ്പോഴും സപ്പോർട്ടർ പേഴ്സണാലിറ്റി ഉണ്ടാവുന്ന ആൾക്കാർ. ഇനി അടുത്തത് ഇവർ വളരെ ജാഗരൂകരായിരിക്കുമെന്നാണ്. എപ്പോഴും കോഷ്യസ് ആയിട്ട് എപ്പോഴും അറ്റൻറ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളെ പലപ്പോഴും മുൻകൂട്ടി കാണാൻ സപ്പോർട്ടർ പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർക്ക് സാധിക്കാറുണ്ട് എന്നതാണ്. അതായത് ഒരു നേതൃത്വ പൊസിഷനിൽ ഇരിക്കുന്നതിനേക്കാൾ ഇവർ കൂടുതൽ നന്നാവുക ഇവർ ഓപ്പറേറ്റീവ്സ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴായിരിക്കും. അതായത് കാര്യങ്ങൾക്കുള്ള ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നടപ്പിലാക്കി ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന തരം റോളുകളാണ് ഇവർക്ക് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി ഇതിങ്ങനെയുള്ള ആളുകളെ എങ്ങനെയാണ് നമ്മൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുക, അഥവാ ഒരാൾ പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കുന്നു എന്ന് നമുക്കെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഏറ്റവും നല്ലൊരു വഴി, നിങ്ങൾ കരിയറിലാണ് ഫോക്കസ് ചെയ്യുമെങ്കിൽ ഏറ്റവും നല്ലൊരു വഴി നിങ്ങൾ ഇതിനു മുമ്പ് സോൾവ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. എങ്ങനെയാണ് ആ പ്രശ്നത്തെ നിങ്ങൾ നോക്കിക്കണ്ടത്? അതിനെ ഒരു പ്രശ്നമായിട്ടാണോ, ഒരു ചലഞ്ചായിട്ടാണോ, ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണോ, എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കണ്ടത്? അവിടെ നിങ്ങൾ എടുത്ത തീരുമാനങ്ങൾ എന്തൊക്കെ, എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനമെടുത്തു, ആ തീരുമാനങ്ങളുടെ എൻഡ് പ്രൊഡക്ട്സ് എന്തൊക്കെയായിരുന്നു, ഇതൊന്ന് ചിന്തിച്ചു നോക്കുക. ഇതാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ കണ്ടെത്താനുള്ള എളുപ്പവഴി എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ പേഴ്സണാലിറ്റി അളക്കുക. അപ്പോൾ നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോഴായാലും ശരി, നിങ്ങളോട് പ്രോബ്ലം സോൾവിങ് ടൈപ്പ് ഓഫ് ചോദ്യം അവർ ചോദിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പേഴ്സണാലിറ്റി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൂടിയാണ്. അതുകൊണ്ട് കൂടിയാണ് നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്ത്. പ്രിയപ്പെട്ടവർ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ ആഴ്ചയിലും ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് വീഡിയോയുമായി നമ്മളെത്തും. താങ്ക് യു സോ മച്ച്.